ഹരേ കൃഷ്ണ. നവവിധ ഭക്തിയെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നു ഇവിടെ. ശ്രവണം, കീർത്തനം, വിഷ്ണോഃ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. 9 വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ശ്രവണം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ഭക്തികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രവണം, കീർത്തനം എന്നാണ്. നമ്മളുടെ ശരീരത്തിൽ ആദ്യം പ്രവർത്തിക്കുന്നത് ചെവിയാണ് എന്നാണ്. ഏത് സന്ദർഭത്തിലും ആദ്യം പ്രവർത്തിക്കുക ചെവിയാണ്. രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരാൾ കോളിംഗ് ബെല്ലടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന ശബ്ദം കേൾക്കുക ചെയ്യണത്, പിന്നീടാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം മുഴുവൻ ഭൗതികമായ വിഷയങ്ങളാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന വിഷയം, ആ സബ്ജക്റ്റ് തന്നെ മാറേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? ഈശ്വരനെ, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞ് കേട്ടാൽ പോരാ, അത് പ്രോപ്പറായിട്ടുള്ള ഒരാൾ, റിയൽ സോഴ്സ് നിന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാവും എന്നാണ്. അതിനുള്ള ഉദാഹരണമാണ് പരീക്ഷിത്ത് മഹാരാജാവ്. രാജാവിനെ വിഷ്ണുരാധൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതായത് പിൽക്കാലത്ത് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആണ് ആ പരീക്ഷിത്ത് മഹാരാജാവിനെ ഭഗവാൻ ഒരു ഭക്തന് വേണ്ടി ഗർഭവാസം ചെയ്തു എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഭഗവാൻ ആ പരീക്ഷിത്ത് 4 മാസം മുതൽ, ഉത്തരാദേവിയുടെ ഗർഭത്തിൽ പരീക്ഷിത്ത് 4 മാസം ആയിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാൻ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടോ ഭഗവാൻ സ്വമായ ആവരണോത്ഗർഭം വൈരാട്യ കുരു തന്തവേ, അതായത് തൻ്റെ ദിവ്യമായിട്ടുള്ള മായ കൊണ്ട് ഭഗവാൻ ആ ബ്രഹ്മാസ്ത്രത്തിനെ, ആ പരീക്ഷത്തിനെ ബാധിക്കുന്ന, ആ ഉണ്ണിയെ ബാധിക്കുന്ന ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സിനെ അതിനെ കൂടി വലയം ചെയ്തു. അപ്പോൾ അതിലേക്ക് ആ ഉണ്ണിയെ വലയം ചെയ്തു ഈ ഭഗവാന്റെ തേജസ്. അതോടുകൂടി ബ്രഹ്മാസ്ത്രത്തിന് അടുക്കാൻ പറ്റാതെയായി എന്നാണ്. പിൽക്കാലത്ത് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ പോകുന്ന ഒരു ജീവൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഈ ഉണ്ണിയോട് എന്തെന്നില്ലാത്ത കരുണ തോന്നി. അപ്പോൾ ആ ഒരു ഭാഗവത ശ്രവണം, ആദ്യത്തെ ഭാഗവതത്തിൻ്റെ ശ്രോതാവ് പരീക്ഷിത്ത് മഹാരാജാവ് എന്നാണ്. ശുകദേവ ഗോസ്വാമിയിൽ നിന്നും കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ട് ഭഗവത് ലോകത്തിലേക്ക്, കൃഷ്ണലോകത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ ചക്രവർത്തിയാണ് പരീക്ഷിത്ത് മഹാരാജാവ് എന്നുള്ള ബഹുമതി. അപ്പോൾ ശ്രവണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കേൾക്കുന്നത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ, വേണ്ട വിധത്തിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും എന്നാണ്. ദിവ്യമായിട്ടുള്ള കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് മാറ്റം ഉണ്ടാവും. ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ മാറ്റം, ഇന്ദ്രിയങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും വേണ്ട വിധത്തിൽ കേട്ട് കഴിഞ്ഞാൽ. ശ്രവണത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ്. അങ്ങനെ ഈ ഭാഗവതം കേട്ടിട്ട് എത്രയെത്രയോ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണം കൊണ്ട് പ്രേതങ്ങൾ വരെ മുക്തന്മാരായി തീർന്നിട്ടുണ്ട് എന്ന് അനവധി കഥകളുണ്ട്. അതിന് ധുന്ധുകാരിയുടെ കഥ, അതേപോലെ തന്നെ ഇവിടെ ഭക്തിവിനോദ ഠാക്കൂറിൻ്റെ ആ കഥ, അതായത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ ഗുരുനാഥനായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഭക്തിവിനോദ ഠാക്കൂറിൻ്റെ അദ്ദേഹം ലോകത്തിന് അനുഭവപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രേതങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരും, ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത്. എൻ്റെ ഗുരുനാഥൻ തട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടും ഇതേപോലെ അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പറയണോ? ഭക്തശിരോമണി വാഴകുന്നം അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത്, ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരു ബ്രാഹ്മണൻ വന്നു. ഈ ബ്രാഹ്മണന് ഊതിയാൽ പറക്കുന്ന പറയണത്, എഴുന്നേറ്റ് നിൽക്കാൻ പോലും നിവൃത്തിയില്ല. അദ്ദേഹത്തിന് അത്രയും അവശമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ബ്രഹ്മരക്ഷസ് ബാധിച്ചു.
പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബ്രഹ്മരക്ഷസും അദ്ദേഹത്തിനെ ബാധിച്ചു. അപ്പം അങ്ങനെ 2 ബ്രഹ്മരക്ഷസുകൾ ഒന്നിച്ച് ബാധിച്ചിട്ടുള്ള അദ്ദേഹത്തിന് അവശമായിട്ടുള്ള അവസ്ഥ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ആ ഗോപുരം കടന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തിന് വിട്ടുനിൽക്കും. അദ്ദേഹത്തിനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇത് ബാധിക്കുക. ഭക്തശിരോമണി വാഴകുന്നം എൻ്റെ ഗുരുനാഥനോട് തട്ടയൂർ നമ്പൂതിരിപ്പാടിനോട് പറയുന്നു, ഉണ്ണി അമ്പലത്തിൽ പോയിരിക്കൂ, ഗുരുവായൂരപ്പൻ്റെ മണ്ഡപത്തിൽ, അവിടെ ഇരുന്നു കൊണ്ട് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യൂ എന്നത്. അങ്ങനെ അവിടെ ആ ഗുരുനാഥൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, അവിടെ പ്രതിമയില്ല, ആവാഹനമില്ല, ഹോമങ്ങളില്ല, വേറെ തിരക്കുകളൊന്നുമില്ല, ഒരേ ഒരു സങ്കല്പം മാത്രം. ആ ബ്രാഹ്മണനെ ബാധിച്ചിട്ടുള്ള ആ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവല്ലാണ്ട് ആവണേ എന്ന് മാത്രം ഒരു സങ്കല്പം. ആ ഗുരുനാഥൻ്റെ ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ ആ ഗുരുനാഥൻ്റെ സങ്കല്പം കൊണ്ട് ശിഷ്യൻ്റെ ആ ഒരു ഉത്തമമായിട്ടുള്ള വിശ്വാസം, അത് രണ്ടും ഒന്നിച്ച് ചേർന്ന സമയത്ത് 7 ദിവസം ശ്രീമദ് ഭാഗവതം വായിച്ചു. അങ്ങനെ 7 ദിവസത്തെ ഭാഗവത സപ്താഹത്തിൻ്റെ വെറുതെ വായിക്കുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലമായിട്ട് 8ാമത്തെ ദിവസം ആ ബ്രാഹ്മണൻ ഈ ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ 7 ദിവസമായിട്ട് ഇങ്ങനൊരു ബ്രഹ്മരക്ഷസിൻ്റെ ബാധ അനുഭവപ്പെടുന്നില്ല, എനിക്കൊരു സമാധാനമായി എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കൊന്നും തരാനില്ല, ഇതേ തരാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 പുസ്തകം ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ആ പുസ്തകം കയ്യിലെടുത്തിട്ട് അദ്ദേഹം, ആ ഗുരുനാഥൻ പറയുന്നു, ഇത് ഉണ്ണിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗുരുനാഥന് ഈ പുസ്തകം സമർപ്പിച്ചു. വൃന്ദാവനത്തിൽ ജീവഗോസ്വാമി എഴുതിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനമായിരുന്നു അത് എന്നുള്ളത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് പ്രേതത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണം കൊണ്ട് പ്രേതങ്ങൾ പോലും ഈ ഗ്രന്ഥശ്രവണത്തിൽ പൂതരായി നേടുന്നുണ്ട് ഇന്നും മോക്ഷം എന്നാണ്. അപ്പോൾ അത്ഭുതകരമാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണത്തിൻ്റെ. വെറുതെ കേട്ടാൽ പോരാ, യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് കേൾക്കണം. ഉത്തമ വിശ്വാസമുള്ള ഒരു ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിച്ചിട്ട് ഭഗവാനോട് പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ഒരാളിൽ നിന്നും കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ശ്രവണം സഫലമായിട്ട് മാറും എന്നാണ്. ഹരേ കൃഷ്ണ.